കൃതികളുടെ പ്രധാന സവിശേഷതകളായിരുന്നു. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും നിറഞ്ഞ ഫാന്റസിയായിരുന്നു ബഷീറിൻ്റെ ലോകം. അത് അക്കാലത്തെ സാഹിത്യലോകം കൂടിയാക്കാൻ അദ്ദേഹത്തിനായി. മുസ്ലിം സമുദായത്തിലും ഇതര സമുദായങ്ങളിലും നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൻ്റെ തൂലിക ചലിപ്പിച്ചു. ബഷീറിൻ്റെ മിക്ക കൃതികളും ഒട്ടേറെ ഇന്ത്യൻ ഭാഷകളിലേക്കും ലോക ഭാഷകളിലേക്കും മൊഴിമാറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമായിരുന്നു ഭാർഗവീ നിലയം. അക്കാലത്തും ഈ കാലത്തും ഒറ്റപ്പെട്ട ആൾത്താമസമില്ലാത്ത ഭവനങ്ങളെ ഭാർഗവീ നിലയം എന്ന നാമകരണം പൊതുവായി ഉപയോഗിക്കാറുണ്ട്. മതിലുകൾ എന്ന ബഷീർ കൃതി സിനിമയാക്കിയപ്പോൾ ബഷീറായി വേഷമിട്ടത് പ്രശസ്ത നടൻ മമ്മൂട്ടിയാണ്. ഇതിലെ നാരായണി എന്ന ശബ്ദ കഥാപാത്രത്തിന് ജീവനേകിയത് പ്രശസ്ത നടി KPSC ലളിതയായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിനെ തേടിയെത്തിയ ചില പുരസ്കാരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം, ലളിതാംബിക അന്തർജന പുരസ്കാരം, മുട്ടത്തുവർക്കി പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ച ചില ബഹുമതികളാണ്. ഇനി നമുക്ക് ബഷീർ കൃതികളിലൂടെ ഒരു സഞ്ചാരം നടത്താം. ബാല്യകാലസഖി 2 കാലഘട്ടങ്ങളിൽ സിനിമയാക്കിയിട്ടുണ്ട്. ബഷീറിൻ്റെ പുറത്തിറങ്ങിയ ആദ്യ കൃതി 1943 ഇറങ്ങിയ പ്രേമലേഖനമായിരുന്നു. ബാല്യകാലസഖി, ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭാർഗവീ നിലയം, കഥാബീജം എന്ന നാടക തിരക്കഥ, ജന്മദിനം, ഓർമ്മക്കുറിപ്പ്, പൂവൻപഴം, അനർഘനിമിഷം, വിഡ്ഢികളുടെ സ്വർഗം, മരണത്തിൻ്റെ നിഴൽ, മുച്ചീട്ടുകാരൻ്റെ മകൾ, പാവപ്പെട്ടവരുടെ വേശ്യ, ജീവിത നിഴൽപ്പാടുകൾ, താരാ സ്പെഷ്യൽസ്, മാന്ത്രിക പൂച്ച, നേരും നുണയും, ഓർമ്മയുടെ അറകൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ, ശിങ്കിടിമുങ്കൻ, ചെവി ഓർക്കുക, അന്തിമ കാഹളം, ബാലസാഹിത്യകൃതിയായ സർപ്പയജ്ഞം, ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച യാ ഇലാഹി, ഇവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. കാലങ്ങൾ കടന്നുപോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ ബേപ്പൂരിലെ വയലാലിൽ വീട്ടിലെ മാംഗോസ്റ്റീൻ മരച്ചുവട്ടിലെ ആ ചാരുക്കസേരയിൽ ചാരിക്കിടന്ന് ഗ്രാമഫോണിൽ സോജാ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിൻ്റെ സുൽത്താൻ. 1994 ജൂലൈ 5 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മദിനവും കടന്നു പോകാറില്ല. മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം.